ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ഡാർവിൻ കുര്യാക്കോസ്. ആദ്യം തന്നെ പുള്ളിയെക്കുറിച്ച് പറയണം, ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗംഭീര ഡയറക്ടർ എന്ന വേർഡ്സ് ആദ്യം തന്നെ കൊടുക്കുക. റൈറ്റ് ചെയ്തിരിക്കുന്നത് ജിനൂവി എബ്രഹാം. പുള്ളിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആദം ജോൻ, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പോലുള്ള സിനിമകളുടെ ഒക്കെ റൈറ്ററാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ റൈറ്ററിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂടി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഏകദേശം 5-6 പേര് കൊണ്ട് മാത്രം കണ്ടൊരു സിനിമയാണ്. പക്ഷേ അതെന്നെ വല്ലാതെ നന്നായിട്ട് സ്വാധീനിപ്പിച്ചൊരു സിനിമയാണ്, ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. അത് ഞാൻ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ജോണി ആൻ്റണി ചേട്ടനെ കണ്ട സമയത്തും ഞാനത് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമകളിൽ ഒരെണ്ണമാണെന്ന്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ക്വാളിറ്റി വർക്ക് ഫീൽ ചെയ്യണമെന്ന് ഒരു തോന്നൽ എനിക്ക് ആ പോസ്റ്റേഴ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ ടോവിനോ തോമസാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, അന്വേഷിച്ചാൽ നമ്മുടെ മുമ്പിൽ എല്ലാം തെളിഞ്ഞു വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ഗംഭീര സിനിമ. ഇനി സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു ജാക്ക് പോട്ടായിട്ടേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നല്ല 2 സിനിമയാണ്. കാരണം ഇൻ്റർവെൽ വരേക്കും നിങ്ങൾ കാണുന്ന ഒരു സിനിമയും ഇൻ്റർവെൽ കഴിയുമ്പോൾ കിട്ടുന്നത് വേറൊരു സിനിമയാണ്. ടോട്ടലി അത് മനോഹരമായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക്, പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത് ഗംഭീരമായിട്ട് എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഇതിൻ്റെ പെർഫോമൻസ് വൈസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോവിനോ എന്ന് പറയുന്നത് ഓരോ സിനിമകൾ കഴിയുമ്പോഴത്തേക്കും പുള്ളിയുടേതായിട്ടുള്ളൊരു ലെവൽ മെച്ചപ്പെടുത്താൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനു മുൻപ് കൽക്കിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു മസ്കുലാനിറ്റി, ഒരു എന്താ പറയുക, ആ ഒരു ബോഡി ഷേപ്പിനും അദ്ദേഹത്തിൻ്റെ ഒരു സംഭവത്തിനും ഒക്കെ ടോട്ടലി വിട്ടിട്ട് ഞാനൊരു ചെറിയൊരു സാധാരണ പോലീസുകാരനാണ്, ഞാനൊരു ചെറിയ കേസ് അന്വേഷണമായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യത്തിൽ ഒരു സാധാരണ പോലീസ് ഓഫീസറായിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അത് ഈ സിനിമയിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഒരു ഓവർ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു അന്വേഷണം എങ്ങനെയാണോ പോണത് അതിനെ അതിൻ്റേതായിട്ടുള്ളൊരു റിയലിസ്റ്റിക് സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിൽ നമുക്ക് നന്നായിട്ട്, അതായത് ഒരു പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് കയറിയാൽ ഒരു 2.5 മണിക്കൂർ അവൻ എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധം അത് ഈ സിനിമയിൽ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡബിൾ ബൊണാൻസ പോലൊരു സംഭവമാണെന്ന്. അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരേക്കും കൊണ്ടെത്തിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പല ആൾക്കാർക്കും ഈ മതവികാരം വ്രണപ്പെടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല സംഭവങ്ങളെയും നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ചില സംഭവങ്ങളും വളരെ നന്നായിട്ട് ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. സോ ടോട്ടലി ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തീവ്രത, അതൊരു സ്ലോ ബേൺ ടൈപ്പാണ്. അതിങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ട് കത്തിപ്പോകുന്ന ഒരു ടൈപ്പാണ്. അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രാഫി ആൻഡ് കളർ ഗ്രേഡിംഗ് ആണ്. ഗംഭീര വർക്കാണ് കേട്ടോ, മനോഹരമായിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫി. കുറേ നാളുകൾക്ക് ശേഷം ഒരു എന്താ പറയുക, നമ്മളൊരു നാട്ടുപച്ച കാണാൻ പറ്റിയെന്ന് പറയുന്നൊരു സംഭവമില്ലേ, അത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഗ്രേഡിങ്ങിൻ്റെ ഗുണവും അതിനകത്ത് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷേ സത്യം പറയാമല്ലോ, ആ ഫ്രെയിമിങ് ഭയങ്കര രസമാണ്. ചില ഇടങ്ങളിലൊക്കെ കാണിക്കുന്ന വിഷ്വൽസിനോട് നമുക്ക് ആ നാട്ടിൻപുറത്ത് നമ്മൾ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. അത്രയും മനോഹരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സന്തോഷ് നാരായണൻ വളരെ ഗംഭീരമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സിനിമയുടെ പേസ് എങ്ങനെയാണോ അതിനനുസരിച്ച് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്ത് ക്ലൈമാക്സിൽ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര വർക്ക്, ഒരു സ്ലോ ബേണാണ്, പക്ഷേ കത്തിപ്പടരുന്ന ഒരു സാധനമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങൾ ഇതിനകത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി എങ്ങനെ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ആർട്ടിനെ കൂടെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു പഴയ കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തണം. അപ്പോൾ ആ കാലഘട്ടത്തിലെ വസ്ത്രം, അതുപോലെ തന്നെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, ഫയലുകൾ, അത് ഇത് എന്ന് പറയുന്നത് പോട്ടെ, ഒരു കത്താണെങ്കിലും ടേബിളാണെങ്കിൽ പോലും, ഒരു വാതിലാണെങ്കിൽ പോലും, ഒരു വീടാണെങ്കിൽ പോലും, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ മനോഹരമായിട്ട് ആ ശ്രദ്ധ കൊടുത്ത് അതിനെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ അവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിന് ഒരു കയ്യടി കൊടുക്കുക തന്നെ വേണം. കാരണം അത്രയും വൃത്തിയായിട്ട് അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നിൽക്കുമ്പോൾ ഈ സിനിമ ടോട്ടലി പ്രേക്ഷകനെ എൻഗേജ് കൂടെ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം ഇതൊരു ഗംഭീര സിനിമയാണെന്ന്. ആ ഒരു കാര്യത്തിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ തീർച്ചയായിട്ടും ഒരു വർത്ത് വാച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഇൻഷോർട്ട് മൂലം ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4 out of 5 ആണ്. കാരണം ഞാനിത് ഇത്രയും റേറ്റിംഗ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എന്നെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തിയ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു നല്ല ഹോളിവുഡ് ടച്ചുള്ള, ഒരു ക്ലാസ് ടച്ചുള്ള ഒരു നല്ല അന്വേഷണ കഥ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പിന്നീട് എപ്പോഴെങ്കിലും കാണാം, അല്ലെങ്കിൽ ചെറിയൊരു പടമല്ലേ, എങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ട് പോവാം എന്ന് തോന്നിക്കുകയാണെങ്കിൽ
നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തോ, നിരാശപ്പെടേണ്ടി വരുന്നില്ല. ഒരു മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. സോ ഇതിനൊരു രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. ആ രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ടും ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും